പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തെരഞ്ഞെടുപ്പിൻ്റെ കാഹളം മുഴക്കിക്കൊണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം കേരളത്തിൽ വളരെ പ്രചണ്ഡമായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ ഏറ്റവും വലിയ അലയൊലികളാണ് ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില സംഭവ വികാസങ്ങൾ അത് നമുക്ക് കാണിച്ചു തരുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇതിനു മുന്നുള്ള വർഷങ്ങളിൽ സംഭവിച്ചതിനേക്കാൾ വിഭിന്നമായ രീതിയിൽ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് അത് ബഹുമുന്നണികൾ എന്നുള്ള നിലയിലേക്ക് രാഷ്ട്രീയ കളം മാറ്റാനുള്ള ശ്രമം ഇവിടെ കഴിഞ്ഞ 2021 നിയമസഭാ തിരഞ്ഞെടുപ്പോടുകൂടി ദേശീയ ജനാധിപത്യ സഖ്യം BJP നേതൃത്വം നൽകുന്ന മുന്നണി, BDJS നേതൃത്വം നൽകുന്ന മുന്നണി കേരളത്തിൽ ആരംഭിച്ചു. ആ പരീക്ഷണത്തിൻ്റെ പരിണത ഫലമാണ് 2024 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏതാണ്ട് 4/1 മണ്ഡലങ്ങളിൽ, ലോക്സഭാ മണ്ഡലങ്ങളിൽ BJPക്ക് അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറത്തേക്കുള്ള വോട്ട് വളർച്ചയും കേരളത്തിൻ്റെ തലസ്ഥാനം ആകണമെന്ന് ആഗ്രഹിച്ച തൃശ്ശൂരിന് ഒരു പാർലമെൻറ്റ് അംഗത്തെയും BJPക്ക് അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് വിജയിപ്പിക്കാൻ കഴിഞ്ഞത് കേരളത്തിൽ ഹിന്ദുത്വ ശക്തികളുടെ ഐക്യത്തിലൂടെയുള്ള ഒരു പരീക്ഷണം, അത് ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ കൂടി പിന്തുണയോടെ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ അത് വിജയിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞതുകൊണ്ടാണ് എന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തിലും വിലയിരുത്തലും ആ പാർട്ടി അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായ രീതിയിൽ കേരളത്തിൽ ഏകോപിപ്പിച്ച് നടത്തുന്നതിന് വേണ്ടി നിലവിലുണ്ടായിരുന്ന സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രനെ മാറ്റി കെ സുരേന്ദ്രനെ മാറ്റിക്കൊണ്ട് പുതിയ പ്രസിഡന്റായി മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിനെ ഇവിടെ കേരളത്തിൽ നിയമിക്കുകയുണ്ടായി. നമുക്കറിയാം, കേരളം പോലൊരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മതന്യൂനപക്ഷങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എതിർപ്പുകൾ കൊണ്ട് മാത്രമല്ല BJP അവർക്ക് ഇവിടെ ഒരു അടിസ്ഥാനം സൃഷ്ടിക്കാൻ കഴിയാതെ പോകുന്നതും തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ ഉണ്ടാകാൻ കഴിയാതെ പോകുന്നതും എന്നുള്ള യാഥാർത്ഥ്യം നമുക്കറിയാം. പക്ഷെ പലപ്പോഴും അവർ പറയുന്നത് ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങളുടെ കേന്ദ്രീകരിച്ചുള്ള വോട്ടിംഗ് പാറ്റേൺ കൊണ്ടാണ് ഇവിടെ BJPക്ക് സ്ഥാനാർത്ഥികൾ ജയിക്കാതെ പോകുന്നത് എന്നുള്ള ഒരു അന്ധവിശ്വാസത്തിലാണ് ആ പാർട്ടിയും അതിൻ്റെ നേതാക്കന്മാരും എന്നതാണ് യാഥാർത്ഥ്യം. കേരളത്തിൻ്റെ മണ്ണ് മതേതരമാണോ മതപരമാണോ എന്നുള്ള ചോദ്യം പ്രസക്തമല്ല. കാരണം കേരളം എക്കാലത്തും ദേശീയ രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരകളിൽ നിന്നും മാറി ചിന്തിച്ചിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. കേരളം മാത്രമല്ല, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെല്ലാം ഇവിടുത്തെ വളക്കൂറും ഇവിടുത്തെ മണ്ണും ഇവിടുത്തെ രാഷ്ട്രീയവും അത് വേറൊരിനമാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലായാലും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കർണാടകത്തിൽ ജനതാദൾ എന്ന് പറയുന്ന അവിടുത്തെ പ്രബല പ്രാദേശിക കക്ഷി ഒപ്പമുണ്ടായി മത്സരിച്ചിരുന്നിട്ടും അവിടെ പോലും ഒരു മെച്ചപ്പെട്ട ഒരു നേട്ടമുണ്ടാക്കാൻ BJP മുന്നണിക്ക് കഴിഞ്ഞില്ല. അവിടെ അധികാരത്തിൽ വന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്, വളരെ ശക്തമായ ഭൂരിപക്ഷത്തിൽ. തെലങ്കാനയിൽ BJPക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല, ആന്ധ്രയിലും കഴിഞ്ഞില്ല. ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡുവിൻ്റെയും ജനസേനയുടെയും നേതൃത്വത്തിലുള്ള സഖ്യം, ആ സഖ്യത്തിൻ്റെ ഭാഗമായി ഏതാനും ചില സീറ്റുകളിൽ മത്സരിച്ചു, അതിൽ ചിലതൊക്കെ വിജയിച്ചു. അധികാരം പങ്കിടുക എന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് മന്ത്രിസ്ഥാനം കിട്ടി എന്നതൊഴിച്ചാൽ ദക്ഷിണേന്ത്യൻ കവാടങ്ങളിൽ BJPക്ക് പ്രവേശനം ഇനിയും അസാധ്യമാണ് എന്നതാണ് യാഥാർത്ഥ്യം.
തമിഴ്നാടിനെ സംബന്ധിച്ച് നോക്കിയാൽ കഴിഞ്ഞ പ്രാവശ്യം ADMKയുമായി ഉണ്ടാക്കിയ സഖ്യത്തിലൂടെ 3-4 MLA-മാരെ ജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് നിലനിർത്താൻ അവർ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും എന്നതാണ് യാഥാർത്ഥ്യം. അപ്പം ഇത് ഒരു വശം ഇരിക്കെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സംഘപരിവാറിൻ്റെ പ്രസ്ഥാനങ്ങളുടെ പരീക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു പരീക്ഷണശാലയായി മാറ്റാൻ അവർ കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. ആ പരിശ്രമത്തിൻ്റെ ഭാഗമായി അവരുടെ പ്രവർത്തനങ്ങൾ ചടുലമായ രീതിയിൽ ഈ സമൂഹത്തിൽ അത് ചലനം സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറ്റം നടത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുന്നു. അത് ഫലവത്താകുമോ എന്നുള്ളത് പറയാൻ കഴിയില്ല. കാരണം കേരളത്തിലുള്ള ഏതാണ്ട് 20,000-ഓളം വരുന്ന തദ്ദേശഭരണ വാർഡുകളിൽ ആ വാർഡുകളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈ BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് അതിൻ്റെ 4/1 സീറ്റുകളിൽ പോലും ശക്തമായ ഒരു ചലനം സൃഷ്ടിക്കുവാൻ കഴിയുന്ന സാഹചര്യം ഇന്ന് കേരളത്തിലില്ല. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ത്രിതല പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുന്നത് ഒരു മിനി അസംബ്ലി മണ്ഡലമാണ് എന്നതാണ് യാഥാർത്ഥ്യം. ചില ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ 4 പഞ്ചായത്തുകൾ വരുന്നുണ്ടെങ്കിൽ ചിലയിടങ്ങളിൽ അത് 5, ചിലയിടങ്ങളിൽ അത് 3 പഞ്ചായത്തുകളായി കുറയുന്നു. ചുരുങ്ങിയത് 50 വാർഡ് മുതൽ 70 വാർഡ് വരെയൊക്കെ വരുന്നുണ്ട് ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ. അപ്പോൾ അത്രയും പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ പരമാവധി സീറ്റുകളിൽ വിജയിക്കാൻ അവർക്ക് ഈ വരുന്ന തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിൽ കഴിഞ്ഞാൽ മാത്രമേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഒരു വിജയം എന്നുള്ള നിലയ്ക്ക് കൊണ്ട് എത്തിക്കാൻ കഴിയൂ എന്നതാണ് യാഥാർത്ഥ്യം. തിരുവനന്തപുരം കോർപ്പറേഷനെ പോലുള്ള ഒരു നഗരം പിടിച്ചെടുക്കുക എന്നുള്ള ഉദ്യമത്തോടു കൂടി അവർ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം സാധ്യമാണ് എന്നത് സംബന്ധിച്ച് നമുക്കറിയാം. ഒപ്പം ഇതിനു വേണ്ടി ഉത്സാഹിക്കുന്ന BJPക്കും അറിയാം. തിരുവനന്തപുരം നഗരത്തിൻ്റെ പല പ്രദേശങ്ങളിലും ഇന്ന് BJP വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്തു പോകുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് വാർഡ് വിഭജനം കൊണ്ട് മാത്രമല്ല, അവിടങ്ങളിലെല്ലാം ഉള്ള കേന്ദ്രീകൃത വോട്ടിംഗ് പാറ്റേണുകളിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ അവർക്ക് ആൻറ്റി വോട്ടുകൾ അവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്തരത്തിലുള്ള ആൻറ്റി വോട്ടുകൾ രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ ആ BJPയുടെ നേട്ടം കോർപ്പറേഷൻ്റെ പ്രദേശങ്ങളിൽ അത് എത്രത്തോളം ഫലവത്താകും എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അടുത്തതായി വരുന്ന വിഷയം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കേവലം 5 മാസങ്ങൾക്കുള്ളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ആ നിയമസഭാ തിരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള കളമൊരുങ്ങുമ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട സ്ഥാനാർത്ഥികൾ, നേരത്തെ പറഞ്ഞതുപോലെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ മത്സരിക്കേണ്ട സ്ഥാനാർത്ഥികൾ, അപ്പോൾ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഉള്ള പരിചയക്കുറവുകളും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള അവരുടെ ആ ഒരു കാഴ്ചപ്പാടുകളുമെല്ലാം തികച്ചും പ്രാദേശിക തലത്തിലുള്ള വിശേഷങ്ങളുമായി ബന്ധപ്പെട്ട്, പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് സാമൂഹ്യപരമായിട്ടുള്ള ഇടപെടലുകളിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ കേരളത്തിൽ ആ പാർട്ടിക്ക് അത് എത്രത്തോളം ഫലവത്താക്കാൻ കഴിയുമെന്നത് സംബന്ധിച്ച് നാട്ടുകാർക്ക് പിന്നാസ്വരം ഉണ്ടാകുമെന്ന് പറയാതെ പറ്റില്ല. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചായാലും എന്തെല്ലാം പരാതികളുണ്ടെങ്കിലും കോൺഗ്രസിൻ്റെ പാർട്ടിയുടെ സംവിധാനങ്ങൾ മോശപ്പെട്ട അവസ്ഥയിലാണെങ്കിൽ പോലും ആ പാർട്ടിയുടെ നേതാക്കളെ സംബന്ധിച്ച് പൊതുജനങ്ങൾ മധ്യത്തിൽ സ്വീകാര്യത എല്ലാ സമുദായങ്ങൾക്കിടയിലും ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. മറിച്ച് ഇടതുപക്ഷ സഖ്യത്തെ സംബന്ധിച്ചായാലും അതിലും ഉള്ള സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഇപ്പോൾ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചെല്ലാം ജനങ്ങൾക്ക് വളരെയധികം അടുപ്പവും നല്ല ബന്ധവും ഉള്ള സ്ഥാനാർത്ഥികളാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥികളായി മത്സരരംഗത്തേക്ക് വരിക എന്നുള്ളതും അവർക്കൊരു വിജയകരമായ ഒരു തുടർച്ചയായി മാറാനാണ് സാധ്യത. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വളരെ പ്രബലമായിട്ടുള്ള ജനങ്ങൾ ഏറ്റവും കൂടുതൽ സഹകരിക്കുന്ന സ്ഥാനാർത്ഥികൾ 2 മുന്നണികൾക്കും ഉണ്ടായി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് BJPയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുക തന്നെ ചെയ്യും എന്നതാണ് യാഥാർത്ഥ്യം. പിന്നെ ഏതെങ്കിലുമൊക്കെ പഞ്ചായത്ത് വാർഡ് തലങ്ങളിൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ കുറച്ചെങ്കിലുമൊക്കെ ആ പാർട്ടിയുടെ വലിയ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കാത്ത രീതിയിൽ അവർക്ക് ചെറിയ ആശ്വാസവചനങ്ങൾ നൽകും, അതിനുള്ള സാധ്യതയുണ്ട് എന്നല്ലാതെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം BJP എന്ന് പറയുന്ന, അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയെ സംബന്ധിച്ചിടത്തോളം
BJP എന്ന് പറയുന്നത് അത് ഇനിയും ജനങ്ങളുടെ മനസ്സിനുള്ളിൽ സ്ഥാനം നേടത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരാത്ത സാഹചര്യത്തിൽ അതിന് പിടിച്ചു നിൽക്കുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഇപ്പോൾ തന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും കേവല ഭൂരിപക്ഷത്തിന് പിറകിലാണ് BJP. കൂട്ടുകക്ഷികളുമായി ചേർന്നുള്ള സർക്കാർ കേന്ദ്രത്തിൽ നിലനിൽക്കുന്നു എന്നതൊഴിച്ചാൽ കേവല ഭൂരിപക്ഷം എന്ന് പറയുന്നത് അത് അവർ പ്രതീക്ഷിക്കുന്നതിന് ഘടകവിരുദ്ധമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഫലമായിരുന്നു 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് എന്നുള്ളത് തന്നെ ആ പാർട്ടി നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നുള്ളത് പൊതുജനത്തിന് കാണിച്ചു തരുന്നുണ്ട്. ഈ ബീഹാറിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി അതിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതോടുകൂടി കുറച്ചുകൂടി കാര്യങ്ങൾ ദേശീയ തലത്തിൽ ദേശീയ രാഷ്ട്രീയത്തിൽ എങ്ങനെയായിരിക്കുമെന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത ഉണ്ടാകും. ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മുന്നണിയിലെ പ്രസ്ഥാനങ്ങളെല്ലാം വളരെ ശക്തമായ രീതിയിൽ പ്രാദേശിക തലത്തിലും ദേശീയ തലത്തിലും സ്വാധീനമുള്ള പാർട്ടികളായതുകൊണ്ട് അതിനകത്ത് അവർക്ക് തങ്ങളിൽ ചെറിയ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുമെങ്കിലും അവർ ഒരു ചരൽ കോർത്ത മുത്തുമണികളെ പോലെ അവർ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങുന്ന കാഴ്ചയാണ് പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെ വരുമ്പോൾ അതെല്ലാം ഇവിടെ BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ഭാവിയിലേക്കുള്ള പ്രവർത്തനങ്ങളിൽ അത് എങ്ങനെയാണ് പ്രതികൂലമായി ബാധിക്കുക എന്നത് സംബന്ധിച്ചും നമുക്കറിയാം. കാരണം ഇവിടെ രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും വധേരയുടെ പേരിലുമെല്ലാം കേസുകളെടുത്ത് അവരെ ഭീഷണിപ്പെടുത്താനുള്ള ശ്രമം വന്നിട്ടും അത് വിജയിക്കാതെ പോയത് തന്നെ BJP എന്ന് പറയുന്ന സർക്കാരിൻ്റെ BJP നേതൃത്വം കൊടുക്കുന്ന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു ചങ്കിടിപ്പ് തന്നെയാണ് എന്ന് ആണ് പൊതുജനം മനസ്സിലാക്കുന്നത്. അതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളെല്ലാം പ്രാദേശിക തലത്തിലുള്ള തെരഞ്ഞെടുപ്പുകൾ ദക്ഷിണേന്ത്യയിലാണ് കൂടുതൽ നടക്കാനുള്ളത്. ആ തെരഞ്ഞെടുപ്പുകളെല്ലാം BJP കളത്തിന് പുറത്തുള്ള തെരഞ്ഞെടുപ്പുകളാണ്. അവിടങ്ങളിൽ പരസ്പരം ഏറ്റുമുട്ടുന്നത് ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട പാർട്ടികളായ ആണ് കേരളത്തിലും. തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ADMKയുടെ പാർട്ട്ണറായി ഇപ്പോൾ BJP വരുന്നുണ്ടെങ്കിൽ പോലും തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിന് വളരെ ദൂരെയാണ് ആ സംവിധാനത്തിൻ്റെ ഭാഗം എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ദക്ഷിണേന്ത്യയിൽ ഇനിയുള്ള സംസ്ഥാനങ്ങൾ അത് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് തന്നെ അത് നിലനിൽക്കും എന്നുള്ളത് കൂടി നമ്മൾ കണക്കിലെടുക്കുമ്പോൾ രാഷ്ട്രീയ രംഗത്ത് ഇനിയും വളരെ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും. BJP കേരളത്തിന് ആയാലും കേരളത്തിന് പുറത്തായാലും ഒരു രാഷ്ട്രീയ ശക്തിയായി മാറി വരാൻ അതിനുവേണ്ടിയുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തണം എന്നുള്ളതാണ് അവരോട് പറയാനുള്ളത്. അതിന് പകരം വൈകാരികമായുള്ള പ്രവർത്തനങ്ങളോ വൈകാരികമായിട്ടുള്ള പ്രകടനങ്ങളോ കൊണ്ട് ജനമനസ്സുകളിൽ സ്ഥാനം നേടാൻ സാധിക്കുകയില്ല എന്നതിന് ഒരുപാട് ഉദാഹരണങ്ങൾ രാജ്യത്തുണ്ട്. അത് ഇനിയെങ്കിലും നമ്മുടെ കേരളത്തിലെയും പ്രവർത്തകർ മനസ്സിലാക്കിയാൽ ആ പ്രസ്ഥാനത്തിന് അതിൻ്റേതായിട്ടുള്ള വളർച്ച കേരളത്തിലുണ്ടാവും. അതുവരെ അവർ കാത്തിരുന്നേ മതിയാവും. പ്രവർത്തിച്ച് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് അവരുടെ ജനകീയ അംഗീകാരം കൈപ്പറ്റി മാത്രമേ രാഷ്ട്രീയത്തിൽ വളരാൻ പറ്റൂ. അങ്ങനെ വളർന്നു വരുന്ന തലമുറയ്ക്ക് മാത്രമേ സംസ്ഥാന തലത്തിൽ ആ പാർട്ടിയെ നയിക്കാനുള്ള ഒരു അർഹതയും യോഗ്യതയും ഉണ്ടാകൂ എന്നുള്ളതാണ് ഇന്നലകളിൽ കേരള രാഷ്ട്രീയം നമ്മളെ മനസ്സിലാക്കി തരുന്നതും പഠിപ്പിക്കുന്നതും. അതിൽ നിന്നും മാറി ചിന്തിക്കാൻ തക്കവണ്ണമുള്ള രാഷ്ട്രീയ കാലാവസ്ഥയൊന്നും കേരളത്തിൽ ഇപ്പോൾ നിലവിലില്ല. അതിനി ഒരിക്കലും അത്തരത്തിലൊരു ചിന്താധാരയുമായി ആരും മുന്നോട്ട് വന്നാലും അതിന് കേരളത്തിൽ ബഹുസ്വരമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി നിൽക്കുന്ന ജനതതികളുള്ള ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും പ്രായോഗികമാകാനും പോകുന്നില്ല എന്നതാണ് പച്ചപരമാർത്ഥം. അത് മനസ്സിലാക്കിയാൽ മാത്രമേ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമണ്ഡലത്തിൽ ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും കടന്നു വരുന്നതിനും അവരുടെ ശക്തി തെളിയിച്ചുകൊണ്ട് ഈ അവരുടെ പ്രസ്ഥാനത്തെ ഈ കേരളത്തിൻ്റെ പ്രസ്ഥാനമാക്കി മാറ്റുന്നതിനും കഴിയും. അതിന് ഒത്തിരി കാലം കൂടി കാത്തിരിക്കേണ്ടി വരും. ചാനൽ ചർച്ചകളിലൂടെ നടക്കുന്ന വാഗ്വാദങ്ങളും വെല്ലുവിളികളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വെല്ലുവിളികളിലൂടെ രാഷ്ട്രീയം വളർത്താമെന്നുള്ള ചിന്തകളുമൊന്നും കേരളത്തിൻ്റെ മണ്ണിൽ വിലപ്പോയ ചരിത്രമില്ല. കാരണം ഏറ്റവും വലിയ വെല്ലുവിളികൾ നടത്തിയിരുന്ന മാർക്സിസ്റ്റ് പാർട്ടി എത്രയോ കാലം അധികാരത്തിൻ്റെ പുറത്തിരുത്തിയൊരു
ഒരു രാജ്യമാണ് കേരളം, ഒരു സംസ്ഥാനമാണ് കേരളം, ഒരു രാഷ്ട്രീയ നവമണ്ഡലമാണ് കേരളം. അങ്ങനെയുള്ള കേരളത്തെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ വളരെ പക്വതയോടെ അവധാനതയോടെ പെരുമാറുന്ന രീതിയിലുള്ള ആളുകൾക്ക് മാത്രമേ കേരള രാഷ്ട്രീയത്തിൽ നിൽക്കാൻ കഴിയൂ. അവരെ മാത്രമേ ജനം അംഗീകരിക്കൂ. കാരണം വിദ്യാസമ്പന്നമാണ് കേരളം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അവരുടെ വെളുത്തുമ്പിൽ ഈ ലോകത്തെ സകല വസ്തുതകളും അറിയത്തക്ക രീതിയിലുള്ള സംവിധാനങ്ങൾ കൈവശം കൊണ്ട് നടക്കുന്ന ആളുകളാണ് കേരളത്തിലെ ജനങ്ങൾ. അവരെ പറ്റിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അവരെ മുഖവിലേക്ക് എടുത്തുകൊണ്ടും അവരുടെ അംഗീകാരം നേടിക്കൊണ്ടും കേരളത്തിൽ പച്ചപിടിച്ച് വരണമെന്നുണ്ടെങ്കിൽ അത് വളരെ ഭാഗീരഥ പ്രയത്നമാണ്. അത്തരത്തിലുള്ള പ്രയത്നങ്ങളുമായി വരുന്ന പ്രസ്ഥാനങ്ങൾക്ക് മാത്രമേ കേരളത്തിൻ്റെ മണ്ണിൽ സാധ്യതയുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം.